റോഡിന്റെ വക്കിലൂടെ നീളെ പന്തലിച്ചിരിക്കുന്ന മാർക്കറ്റിൽ ആളുകളുടെ തിരക്ക് അങ്ങേയറ്റം കൂടിയിരിക്കുന്നു. പച്ചക്കറികളുടെ നിറങ്ങളും പഴങ്ങളുടെ മണവും ചെറുകിട കടകളിൽ നിന്നുള്ള വിളികളും എല്ലാം ചേർന്ന് ഒരു വലിയ ശബ്ദമുള്ള ഒരു ലോകം. ആ തിരക്കിനിടയിൽ തല താഴ്ത്തി തന്റെ വഴിയിലൂടെ ശാന്തമായി നടന്നു പോകുകയായിരുന്നു മീര. പഴയ കോട്ടൺ ചുരിദാർ ധരിച്ച്. അതേസമയത്ത് ഒരു കാർ പെട്ടെന്ന് അവളുടെ സമീപത്ത് നിർത്തി. ബ്രേക്ക് അടിക്കുന്ന ശബ്ദം കേട്ട് മീര ഒന്ന് തിരിഞ്ഞു നോക്കി. കാറിൽ നിന്ന് ഇറങ്ങി വന്നത് അരവിന്ദ് എന്ന യുവാവും മോഡേൺ ഡ്രസ്സിൽ നിധിയും. അരവിന്ദ് നേരെ മീരയുടെ അരികിലേക്ക് പോയി. നോക്കൂ നിധി, ഇവളിപ്പോഴും ആ പഴയ കോട്ടൺ ചുരിദാറിൽ തന്നെയാണ് നടക്കുന്നത്. ഒരു പുരോഗമനവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവളെ ഡൈവോഴ്സ് ചെയ്തത്. ഇത് കേട്ട ഉടനെ തന്നെ നിധി മീരയെ അടിമുടി ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ പരിഹാസം മാത്രമായിരുന്നു. ഇവൾ തനി ലോക്കലാണല്ലോ, നീ ഇത്രയും നാൾ ഇവൾ എങ്ങനെ സഹിച്ചു എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നിധി ചോദിച്ചു. അവളുടെ ശബ്ദത്തിൽ അഭിമാനവും മീരയെ താഴ്ത്തിക്കാണിക്കുന്ന ഒരു തീവ്രതയും ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ മീര ഒരു നിമിഷം തല താഴ്ത്തി നിന്നു. ചുറ്റുമുള്ള മാർക്കറ്റിന്റെ ശബ്ദങ്ങൾ ഒന്നും മയങ്ങിപ്പോയതുപോലെ തോന്നി. എന്നാൽ അവളുടെ ഉള്ളിൽ നിന്നൊരു ശാന്തത ഒരു വാക്ക് പുറത്തു വന്നു. മൃദുവാണെങ്കിലും ഉറച്ചതായിരുന്നു അത്. ഒരാളെ നാം വിലയിരുത്തേണ്ടത് അവരുടെ രൂപത്തിലല്ല, മറിച്ച് അവരുടെ മനസ്സ് നോക്കിയാണ് എന്ന് മീര ശാന്തമായി തന്നെ പറഞ്ഞു. ഒരു നിമിഷം നിശബ്ദത. അതിനു പിന്നാലെ ഇരുവരും തമ്മിൽ നോക്കി പെട്ടെന്ന് ഒന്ന് പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിൽ അവഗണനയും പരിഹാസവും നിറഞ്ഞിരുന്നു. മീരയുടെ വാക്കുകൾ അവർക്കൊരു തമാശ പോലെ തോന്നി. അരവിന്ദ് കൈ പോക്കറ്റിലേക്ക് ഒന്നിട്ടു. അവന്റെ വിരലുകൾക്കിടയിൽ നിന്ന് ഒരു കവർ പുറത്തേക്ക് വന്നു. സ്വർണ്ണലബിലിയിൽ തിളങ്ങുന്ന അക്ഷരങ്ങളോടുകൂടിയ ഒരു ക്ഷണക്കത്ത്. അതിന്റെ ഭംഗി അവൻ പ്രത്യേകിച്ച് കാണിച്ചതുപോലെ അല്പമുയർത്തി മീരയുടെ മുൻപിലേക്ക് നീട്ടി. ഇന്നാ ഇതെടുക്കൂ, ഇത് എന്റെയും നിധിയുടെയും വിവാഹത്തിന്റെ ക്ഷണക്കത്താണ്. മീര ഒരു നിമിഷം ആ കത്ത് കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അവളുടെ വിരലുകൾ അല്പം വിറച്ചിരുന്നു. കണ്ണുകൾ കത്തിലെ അക്ഷരങ്ങളിലേക്ക് പതിഞ്ഞു. സ്വർണ്ണ നിറത്തിലെഴുതിയ ഓരോ അക്ഷരം അവളുടെ ഹൃദയത്തിൽ കുത്തുന്നത് പോലെ തോന്നി. അത് ശ്രദ്ധിച്ച അരവിന്ദ് പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ കല്യാണത്തിന് വരുമ്പോൾ ഗിഫ്റ്റോ സമ്മാനം ഒന്നും കൊണ്ടുവരണ്ട. അതിനുള്ള ത്രാണിയൊന്നും നിനക്കില്ല എന്ന് എനിക്കറിയാം. അന്നേ ദിവസം നീ അവിടെ വന്നാൽ വയറു നിറയെ ഇന്ന് വരെ നീ കാണാത്ത ഭക്ഷണം കഴിക്കാം. അരവിന്ദിന്റെ ശബ്ദം ഇപ്പോൾ തുറന്ന പരിഹാസമായി മാറിയിരുന്നു. അവൻ പറഞ്ഞ ഓരോ വാക്കും മീരയുടെ ഹൃദയത്തിൽ കുത്തുന്നത് പോലെ തോന്നി. മീര ഒന്നും പറഞ്ഞില്ല. അവൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ക്ഷണക്കത്ത് നോക്കി നിന്നു. അതൊരു കൊത്ത് മാത്രമല്ല, അവളുടെ പഴയ ജീവിതത്തിന്റെ അവസാന പ്രഖ്യാപനം പോലെ. ഇത്രയും വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞ് അരവിന്ദ് നിധിയും കാർ സ്റ്റാർട്ട് ചെയ്തു. ഒരു നിമിഷം പോലും പിന്നോട്ട് നോക്കാതെ അവർ പോയി. കാർ വേഗത്തിൽ മുൻപോട്ട് നീങ്ങി. റോഡിൽ കിടന്നിരുന്ന പൊടിയും പൊടിപടലങ്ങളും ഉയർന്നു. ആ പൊടി അല്പസമയം വായുവിൽ നിറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മീരയുടെ മനസ്സിലും ഒരു കലക്കമുണ്ടായിരുന്നു. കാർ കാഴ്ചയിൽ നിന്ന് അകലേക്ക് പോകുമ്പോൾ മീര അവിടെ തന്നെ നിശ്ചലമായി നിന്നു. ചുറ്റുമുള്ള മാർക്കറ്റിന്റെ ശബ്ദങ്ങൾ വീണ്ടും കേൾക്കുവാൻ തുടങ്ങി. പക്ഷേ അവൾക്കൊന്നും വ്യക്തമായി തോന്നിയില്ല. കയ്യിൽ ഇപ്പോഴും ആ സ്വർണ്ണലിപിയിലുള്ള ക്ഷണക്കത്ത്. അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. ഇപ്പോൾ അവളുടെ മനസ്സിൽ 4 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. ഒരു രാത്രി വീടിന് പുറത്തേക്ക് അവളെ തള്ളിയിട്ട അരവിന്ദ്. അതെ, അരവിന്ദിന്റെ ആ ശബ്ദം. നിന്നെ എനിക്ക് വേണ്ട, നീ ഒന്നിനും കൊള്ളാത്തവളാണ്. അരവിന്ദിന്റെ ആ വാക്കുകൾ അന്നത്തെ രാത്രി അവളുടെ ലോകം തകർത്തെറിഞ്ഞിരുന്നു. അവൾ അവിടെ വിട്ടിറങ്ങി. പക്ഷേ കരഞ്ഞ് കാലം കഴിക്കുവാൻ അവൾ തയ്യാറായിരുന്നില്ല. അവൾ പിറ്റേ ദിവസം തന്നെ ചെറിയൊരു തയ്യൽ കടയിൽ ജോലിക്ക് പോയി. വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാത്ത സാധാരണ ഒരു ജോലി. അവൾ അവിടെ ചേർന്നു. ജീവിക്കാൻ വേണ്ടിയെങ്കിലും അവിടെ അവൾ ജോലി ചെയ്തു. അവിടെ വെച്ചാണ് അവൾ കിഷോർ എന്ന യുവാവിനെ കണ്ടുമുട്ടിയത്. ജീവിതം വഴിമുട്ടിയ ഒരു യുവാവ്. കണ്ണുകളിൽ പ്രതീക്ഷയില്ല, വാക്കുകളിൽ നിരാശ മാത്രമായിരുന്നു കിഷോറിന്. കിഷോറിന്റെ നില ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരാളെ പോലെ. അവൾ ഒരു നിമിഷം കിഷോറിനെ നോക്കി. തന്റെ പഴയ അവസ്ഥയാണ് കിഷോറിൽ അവൾ കണ്ടത്. അവൾ ശാന്തമായി കിഷോറിനോട് പറഞ്ഞു, ജീവിതത്തിൽ തോറ്റു എന്ന് തോന്നുന്നിടത്ത് നിന്ന് ഉയർന്നു നിൽക്കണം. ആരും നമ്മളെ കൈപിടിച്ച് നടത്തുവാനില്ല. നമ്മൾ തന്നെ മുൻപോട്ട് നടക്കണം. ഞാനുണ്ടാക്കും നിന്റെയൊപ്പം. ആ വാക്കുകൾ അവനിലൊരു മാറ്റം വിതച്ചു. അന്നു മുതൽ മീരയുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിച്ചു. അതെ, മീര യൂണിറ്റ്. മീരയുടെ പേരിൽ ചെറിയൊരു തയ്യൽ യൂണിറ്റ് അവൾ തുടങ്ങി. ചെറിയ മിഷനുകൾ, കുറച്ച് ജോലിക്കാർ, പാവപ്പെട്ട യുവതികൾക്ക് ജോലികൾ നൽകി. അവർക്കൊരു ജീവൻ നൽകി. കിഷോർ അവൾക്കൊപ്പം നിന്നു. അവളുടെ വിശ്വാസം അവന്റെ കരുത്തായി മാറി. ഒരു യൂണിറ്റ് പിന്നീട് 2ആയി, പിന്നീട് പലതായി. മീരയുടെ പരിശ്രമം, ഉറച്ച മനസ്സ്, ഇവയെല്ലാം ചേർന്ന ആ ചെറിയ തുടക്കം ഒരു വലിയ സംരംഭമായി വളർന്നു. ഇന്ന് ഒട്ടേറെ ബ്രാഞ്ചുകൾ, 100 കണക്കിന് ആളുകൾക്ക് ജോലി. ഒരു പേരായി മാറിയിരിക്കുന്നു മീര യൂണിറ്റ്. അരവിന്ദ് ഇന്ന് വരെ കണ്ടത് പഴയ മീരയെ. അവൻ വിട്ടുപോയി തകർന്ന ഒന്നുമില്ലാത്ത ആ പെൺകുട്ടി. പക്ഷെ ഇനി അവൻ കാണാൻ പോകുന്നത് ഒരു കൊടുങ്കാറ്റിനെയായിരുന്നു. ഒരു നിമിഷം മീര കണ്ണുകൾ തുറന്നു. കണ്ണീരിന്റെ നനവ് ഇപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ഉറപ്പിച്ച ഒരു തീപ്പൊരിയുണ്ട് അവളുടെ മനസ്സിൽ. അവൾ കയ്യിലുണ്ടായിരുന്ന ക്ഷണക്കത്ത് മടക്കി പിടിച്ചു തല ഉയർത്തി ശാന്തമായി അവിടെ നിന്ന് നടന്നു തുടങ്ങി.
കാറിൽ അവൾ കയറി. കാറിലിരിക്കുമ്പോഴും അരവിന്ദിന്റെ വാക്കുകൾ മീരയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഓരോ വാക്കും അവളുടെ ഉള്ളിൽ തട്ടിയെങ്കിലും ആ വേദന പഴയ പോലെ അവളെ തളർത്തിയില്ല. മറിച്ച് അവളുടെ ഉള്ളിൽ പുതിയൊരു വികാരം ഉണർത്തി. അതെ, വലിയൊരു വാശി. അന്ന് രാത്രി വഴിയിലേക്ക് ഇറക്കിവിട്ട ആ പഴയ മീര ഇനി ജീവിച്ചിരിക്കുന്നില്ല എന്ന് അരവിന്ദിനെ കാണിച്ചു കൊടുക്കണം. അവളുടെ മനസ്സ് ശാന്തമായി പറഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ണുകളിലെ കണ്ണുനീർ വെറ്റി. അതിനു പകരം ഉറച്ച തീരുമാനത്തിന്റെ തിളക്കമായിരുന്നു. കാർ നേരെ അവളുടെ പുതിയ ഫാക്ടറിയിലേക്ക് എത്തി. വലിയ ഗേറ്റും അകത്ത് തിരക്കേറിയ ജോലികളും എല്ലാം അവളുടെ പരിശ്രമത്തിന്റെ തെളിവുകളാണ്. അവൾ അകത്തേക്ക് നടന്നു. അവിടെ കിഷോർ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കിഷോർ ഒരു നിമിഷം മീരയെ കണ്ടപ്പോൾ മീരയുടെ മുഖത്തെ മാറ്റം അവൻ തിരിച്ചറിഞ്ഞു. ഒരു നിമിഷം പോലും വൈകാതെ അവൻ ചോദിച്ചു, എന്തു പറ്റി മീര? മീര ഒന്നും മറച്ചു വെച്ചില്ല. അവൾ ശാന്തമായി തന്റെ ബാഗ് എടുത്ത് കസേരയിൽ വെച്ചു. പതുക്കെ കസേരയിലിരുന്നു. മാർക്കറ്റിൽ നടന്നതെല്ലാം അരവിന്ദിനെ കണ്ടതും അവന്റെ വാക്കുകൾ, നിധിയുടെ പരിഹാസം, ക്ഷണക്കത്ത് എല്ലാം അവൾ പറഞ്ഞു. കിഷോർ ശാന്തമായി എല്ലാം കേട്ടു നിന്നു. അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കിഷോർ ചെറുചിരിയോടെ പറഞ്ഞു, നീ എന്തിനു വിഷമിക്കണം മീര? ഇന്ന് വൈകുന്നേരം നമ്മൾ പുതിയ ഡീൽ ഒപ്പുവെക്കുവാനാണ് പോകുന്നത്. അതിലായിരിക്കണം നിന്റെ ശ്രദ്ധ മുഴുവൻ. അവന്റെ ശബ്ദം ആത്മവിശ്വാസം നിറഞ്ഞതായിരുന്നു. മീര ഒരു നിമിഷം കിഷോറിനെ നോക്കി. ശേഷം പെട്ടെന്ന് എഴുന്നേറ്റു. തന്റെ ബാഗിൽ നിന്ന് സ്വർണ്ണലിപിയിലുള്ള ക്ഷണക്കത്തെടുത്ത് കിഷോറിന്റെ മുൻപിലേക്ക് നീട്ടി. നോക്കൂ കിഷോർ, അടുത്ത ആഴ്ചയാണ് വൃന്ദാവനം ഓഡിറ്റോറിയത്തിൽ വെച്ച് അരവിന്ദിന്റെയും നിധിയുടെയും വിവാഹം. അവളുടെ ശബ്ദത്തിൽ ഇപ്പോൾ ഉറച്ചതും ഒരു വെല്ലുവിളിയും ഉണ്ടായിരുന്നു. കിഷോർ ആ കത്തെടുത്തു നോക്കി. ശേഷം ചെറുചിരിയോടെ മീരയെ നോക്കി. നമുക്ക് പോകാം മീര, തീർച്ചയായും പോകാം. അവൻ അല്പം മുന്നോട്ട് ചാച്ചു. കൂടുതൽ ഗൗരവത്തോടെ പറഞ്ഞു, അതുമാത്രമല്ല മീര, ഇനി നീ ഏറ്റെടുക്കാൻ പോകുന്ന ആ വലിയ ഫാക്ടറി, അവിടെ ഒരു സാധാരണ ജോലിക്കാരൻ മാത്രമാണ് അരവിന്ദ്. ഒരു നിമിഷം നിശബ്ദത. പക്ഷേ ഇന്ന് ആ ഫാക്ടറി നീ ഏറ്റെടുത്താൽ നീയാണ് അവിടത്തെ ഉടമ. കിഷോറിന്റെ വാക്കുകൾ പതുക്കെ പക്ഷേ കൃത്യമായി അവളുടെ മനസ്സിലേക്ക് എത്തി. അതിനേക്കാളും വലിയ തിരിച്ചടി അവന് വേറെ ഉണ്ടാകുകയില്ല മീര. ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ കണ്ണുകൾ വീണ്ടും തീപ്പൊരി തെളിഞ്ഞു. ഇപ്പോൾ അവൾക്ക് വ്യക്തമായി, ഇത് വെറും ഒരു യാദൃച്ഛിക കൂടിക്കാഴ്ചയല്ല, ജീവിതം തന്നെ ഒരുക്കിവെച്ച മറുപടി നൽകുവാനുള്ള അവസരമായിരുന്നു ഇത്. എന്നാൽ മറുവശത്ത് മീര ഏറ്റെടുക്കാൻ പോകുന്ന കേരളത്തിൽ തന്നെ വലിയ ഫാക്ടറികൾ ഇതിനോടകം തന്നെ ആ ഫാക്ടറിയിൽ ചർച്ച തുടങ്ങിയിരിക്കുന്നു. ജോലിക്കാർ ചെറിയ കൂട്ടങ്ങളായി നിൽക്കുന്നു. ഓരോ കോണിലും ഓരോ വിഷയം. ആരാണവോ ഈ കമ്പനി ഏറ്റെടുക്കാൻ പോകുന്നത്? പുതിയ ഉടമ ആരായിരിക്കും? മാനേജ്മെന്റ് മാറ്റമുണ്ടായാൽ നമ്മൾക്ക് എന്തുണ്ടാകും? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചോദ്യങ്ങൾ പടർന്നു. ആശങ്കയും ആകാംക്ഷയും ചേർന്നൊരു അന്തരീക്ഷം. പക്ഷേ ആ ചർച്ചകളിൽ ഒന്നും പെടാതെ സ്വന്തം ക്യാബിനിൽ ശാന്തമായി ഇരിക്കുകയായിരുന്നു ആ കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായ അരവിന്ദ്. അവൻ തന്റെ കസാരയിൽ അല്പം പിന്നിലേക്ക് ചാച്ചു. മുഖത്തൊരു ആത്മവിശ്വാസവും പുഞ്ചിരിയും ഉണ്ടായിരുന്നു. അവന്റെ ചിന്തകൾ ഫാക്ടറിയെ കുറിച്ചല്ല, വരാനിരിക്കുന്ന വിവാഹത്തെ കുറിച്ചായിരുന്നു. എന്തായാലും എനിക്കൊരു പ്രശ്നമുണ്ടാക്കുകയില്ല എന്നവൻ മനസ്സിൽ പറഞ്ഞു. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, എന്റെ കഴിവ്, ഈ കമ്പനി എനിക്ക് വില അറിയാം. പുതിയ ഉടമ ആരായാലും എന്നെ ഇവിടെ നിന്ന് അവർ മാറ്റുകയില്ല. ആത്മവിശ്വാസം അവന്റെ മുഖത്ത് വ്യക്തമായി. അതേസമയം അവന്റെ ഫോൺ മുഴങ്ങി. സ്ക്രീനിൽ തെളിഞ്ഞെന്ന് നിധി. അവൻ കോൾ എടുത്തു. ഹലോ നിധി. ഉടനെ നിധി അവനോട് പറഞ്ഞു, അരവിന്ദ്, നീ ഒന്നും പേടിക്കേണ്ട. നിധിയുടെ ശബ്ദം ആത്മവിശ്വാസത്തോടെ നിറഞ്ഞിരുന്നു. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നിനക്ക് അവർ പ്രൊമോഷൻ തന്നിരിക്കും. അതേ അരവിന്ദ്, ഇത്രയും കഴിവുള്ള നിന്നെ അവർ വിട്ടുകളയുകയും. അവന്റെ ആത്മവിശ്വാസം കൂടുതൽ കൂട്ടി. അരവിന്ദ് ഒരു നിമിഷം പുഞ്ചിരിച്ചു. അതേ നിധി, എന്റെ ഈ കഴിവുകൾ വെച്ച് നോക്കുമ്പോൾ ഒന്നിനും കൊള്ളാത്ത ആ മീരയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് കലിയിളകുന്നു. അവന്റെ മുഖത്ത് ഒരു അവഗണനയുണ്ടായിരുന്നു. നിധി ഉടനെ തന്നെ ചേർത്തു, തീർച്ചയായും അരവിന്ദ്, നീ എവിടെ കിടക്കുന്നു? ആ ദാരിദ്ര്യവാസിയായ മീര എവിടെ കിടക്കുന്നു? അവളുടെ ശബ്ദത്തിൽ തുറന്ന പരിഹാസം. ആ വാക്കുകൾ കേട്ട് അരവിന്ദ് പുഞ്ചിരിച്ചു. അവൻ കസേരയിൽ കൂടുതൽ സുഖമായിരുന്നു. അവൻ അറിയാതെ ആ കാത്തിരിക്കുന്നത് ഒരു പ്രൊമോഷനല്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതേസമയം മീരയുടെ ഓഫീസിലേക്ക് കിഷോർ വേഗത്തിൽ നടന്നു വന്നു. അവന്റെ മുഖത്ത് ഒളിക്കാനാകാത്ത സന്തോഷം. കയ്യിൽ ഒരു ഫയൽ, പ്രധാനപ്പെട്ട ഒരു പേപ്പർ. മീര, കിഷോർ വിളിച്ചു. മീര ഒരു നിമിഷം അവനെ നോക്കി. കിഷോർ ഫയൽ തുറന്ന് അവളുടെ മുൻപിലേക്ക് നീട്ടി. നോക്കൂ മീര, റോയൽ ഫാക്ടറിയുടെ 90% ഷെയറും ഇനി നമ്മുടേതാണ്. ഇനി നിന്റെ ഒപ്പ് മാത്രം മതി ആ അരവിന്ദ് ജോലി ചെയ്യുന്ന റോയൽ ഫാക്ടറി നമ്മുടെ സ്വന്തമാകുവാൻ. ഒരു നിമിഷം മീര ആ പേപ്പറിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ പുഞ്ചിരി തെളിഞ്ഞു. പക്ഷേ അതൊരു സാധാരണ സന്തോഷമല്ല, ഒരു ഉറച്ച വിജയത്തിന്റെ പുഞ്ചിരി. അവൾ പതുക്കെ പേനയെടുത്തു. ഒരു നിമിഷം പോലും മടിക്കാതെ ഒപ്പുവെച്ചു. ആ ഒപ്പോടെ വലിയൊരു മാറ്റം ആരംഭിച്ചു. കിഷോർ ആശ്വാസത്തോടെ ഒരു ശ്വാസം വിട്ടു. മീര കസാര പിന്നിലേക്ക് ചാച്ചുകൊണ്ട് ശാന്തമായി പറഞ്ഞു, കിഷോർ, അരവിന്ദിന് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ ഞാനാണ് കമ്പനിയുടെ ഉടമ എന്ന്. അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. ഒരിക്കലും ഇല്ല മീര, അവന് ഒരിക്കലും അത് മനസ്സിലായിട്ടില്ല. ഒരിക്കൽ തള്ളിക്കളഞ്ഞ നീ ഇന്ന് വലിയ നിലയിലെത്തിയിരിക്കുന്നുവെന്ന് അവൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. മുറിയിൽ നിശബ്ദത പടർന്നു. പക്ഷെ ആ നിശബ്ദതയ്ക്കുള്ളിൽ ഒരു ശക്തിയായ തിരിച്ചടിയും ശബ്ദവും ഇതിനോടകം മുഴങ്ങിയിരുന്നു.
റോയൽ ഫാക്ടറിയിൽ അരവിന്ദ് തന്റെ ക്യാബിനിൽ ഇരിക്കുന്നു. സന്തോഷത്തോടെ സമയം ചെലവഴിച്ചു. മുഖത്ത് ഒരു ഗൗരവം, നടപ്പിൽ ഒരു അഹങ്കാരം. താഴ്ന്ന സ്റ്റാഫുകളോട് ഓരോരുത്തരോടായി അവർ മുൻപിൽ വരുമ്പോൾ അവൻ നേരെ നോക്കി. മാനേജറായല്ല, ഒരു അധികാരമുള്ള ആളായി. താഴ്ന്ന സ്റ്റാഫിനോട് എപ്പോഴും ദേഷ്യത്തിൽ തന്നെ പെരുമാറി. ഇത് ശരിയാക്കി വാ, ഇതുപോലെ നിങ്ങൾക്കറിയില്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞു തന്നാലും നിങ്ങളൊന്നും പഠിക്കുകയില്ലേ? അവന്റെ ശബ്ദത്തിൽ പുച്ഛം നിറഞ്ഞിരുന്നു. ചിലർ തലകുലിച്ചു നിന്നു, ചിലർ ഭയത്തോടെ സാർ എന്ന് മാത്രം പറഞ്ഞു. അവൻ അത് എല്ലാം ആസ്വദിച്ചു. അവന് തോന്നിയത് ഈ കമ്പനി തന്നെ അവനെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെന്ന്. അതേസമയം മറുവശത്ത് മീരയുടെ ഓഫീസിൽ അവൾ ടേബിളിന്റെ മുൻപിലിരുന്നു. മുന്നിൽ നിരത്തിവെച്ച ഫയലുകൾ ഓരോ ഫയലുകളിലുമായി നോക്കുന്നു. ഓരോ പേപ്പറും ഓരോ തെളിവ് അവൾ ഒന്നൊന്നായി പരിശോധിച്ചു. അരവിന്ദ് നടത്തിയ കള്ളത്തരം, കമ്പനിയിൽ നിന്ന് വ്യക്തിപരമായി എടുത്ത പണം, ഫേക്ക് അക്കൗണ്ടുകൾ, മറച്ചുവെച്ച ട്രാൻസാക്ഷൻ അവൾ ഓരോന്നായി കണ്ടെത്തി. എല്ലാ രേഖകളും അവൾ സംഘടിച്ചു, കൃത്യമായി, തെളിവുകളോടെ, സംശയത്തിന് ഇടവില്ലാത്ത വിധത്തിൽ. കിഷോർ അവളുടെ അരികിൽ നിന്നു. അവൻ ആ രേഖകൾ ഒന്നൊന്നായി വീണ്ടും നോക്കി. മീര, കിഷോർ പതുക്കെ പറഞ്ഞു, ഈ രേഖകളെല്ലാം നമുക്ക് അവന്റെ കല്യാണത്തിൻ്റെത് അവന്റെ മുൻപിൽ എറിഞ്ഞിട്ട് ബാക്കി നടപടികൾ നോക്കാം. കിഷോറിന്റെ ശബ്ദത്തിൽ ഒരു ആവേശമുണ്ടായിരുന്നു, ഒരു തിരിച്ചടി നൽകുവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. മീര ഒരു നിമിഷം നിശബ്ദമായി നിന്നു. ഫയൽ അടച്ചു, കൈകൾ ടേബിളിൽ വെച്ചു. ശേഷം പതുക്കെ കിഷോറിനോട് പറഞ്ഞു, വേണ്ട കിഷോർ. അവളുടെ ശബ്ദം ശാന്തമായിരുന്നു. കമ്പനിയുടെ കാര്യങ്ങൾ കമ്പനിയിൽ തന്നെ തീർക്കാം. അത് നിയമത്തിന്റെ വഴി പോണം, തെളിവിന്റെ വഴി പോകണം. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ തന്നെ നിയന്ത്രിതമായ ഒരു ശക്തിയുണ്ടായിരുന്നു. പക്ഷേ കല്യാണത്തിന് പോകുമ്പോൾ ഒരു നിമിഷം അവൾ ഒന്ന് പുഞ്ചിരിച്ചു. അതൊരു സാധാരണ ചിരിയല്ലായിരുന്നു. അതെ, കല്യാണത്തിന് പോകുമ്പോൾ അവന്റെ ആ അഹങ്കാരം അതെനിക്കൊന്ന് നേരിട്ട് കാണണം. അവൻ എവിടെ നിൽക്കുന്നുവെന്ന് അവൻ തന്നെ മനസ്സിലാക്കുന്ന ആ നിമിഷം അതെനിക്കൊന്ന് കാണണം. കിഷോർ ഒരു നിമിഷം മീരയെ നോക്കി നിന്നു. അവൻ മനസ്സിലാക്കി, ഇത് വെറും ഒരു പ്രതികാരമല്ല, ഇതൊരു സമാധാനമുള്ള പക്ഷെ ശക്തയായ ഒരു തിരിച്ചടിയാണെന്ന്. മീര വീണ്ടും ഫയലുകൾ കയ്യിലെടുത്തു. അവളുടെ മുഖത്ത് ഇനിയൊരു സംശയമില്ല, ഭയമില്ല, ഒരൊറ്റ തീരുമാനം മാത്രമായിരുന്നു. അങ്ങനെ വിവാഹത്തിന്റെ തലേ ദിവസം എത്തി. വൃന്ദാവനം ഓഡിറ്റോറിയത്തിൽ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വലിയ ലൈറ്റുകൾ, അലങ്കാരങ്ങൾ, പൂക്കളുടെ മണവും തിരക്ക് പിടിച്ച ആളുകളും എല്ലാം ചേർന്ന ആഘോഷത്തിന്റെ ഭംഗി നിറഞ്ഞിരുന്നു. ഓരോ കോണിലും ആളുകൾ ഓടി നടന്നു. സ്റ്റേജിന്റെ ഡിസൈൻ, ഭക്ഷണത്തിന്റെ ഒരുക്കം, അതിഥികളുടെ ലിസ്റ്റ് എല്ലാം കൃത്യമായി ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. അതേസമയം അരവിന്ദ് തന്റെ വീട്ടിൽ അവൻ കസേരയിൽ സുഖമായിരുന്നു. മുഖത്ത് ഒരു ആത്മവിശ്വാസം. നാളത്തെ വിവാഹം, പുതുജീവിതം, പുതിയ തുടക്കം. അവന്റെ മനസ്സ് സ്വപ്നങ്ങളാൽ നിറഞ്ഞു. നാളെ മുതൽ എല്ലാം മാറും, അവൻ ചിന്തിച്ചു. വിവാഹം, പുതിയ മാനേജ്മെന്റ്, പ്രൊമോഷൻ, വലിയ പോസ്റ്റ് ഇരിക്കുന്നത്. അവൻ കണ്ണുകൾ അടച്ചു. ഒരു നിമിഷം സ്വന്തം ഭാവിയെ അവൻ തന്നെ സൃഷ്ടിച്ച പോലെ. ആ സമയത്താണ് അവന്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ, ഒരു മെയിൽ. അവൻ ഫോൺ എടുത്തു, സാധാരണ പോലെ തുറന്നു. പക്ഷേ ആ സ്ക്രീനിൽ തെളിഞ്ഞ വാക്കുകൾ അവന്റെ മുഖം മാറ്റി. പുതിയ മാനേജ്മെന്റ് അപ്ഡേറ്റ്. അവൻ വായിച്ചു, കമ്പനിയുടെ പേരുമാറ്റം, മീര കൺവെൻഷൻ. ഒരു നിമിഷം അവന്റെ ഹൃദയം ഒന്ന് തട്ടി. മുഖത്ത് ആശ്ചര്യം, കണ്ണുകളിൽ സംശയം. മീര, അവൻ സ്വയം ചോദിച്ചു. എന്റെ ആദ്യ ഭാര്യയുടെ പേര്? ഒരു ചെറിയ ഞെട്ടൽ അവനെ പിടിച്ചു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൻ ചിരിച്ചു. ഇതൊരു യാദൃശ്ചികമാകാം, അവൻ മനസ്സിൽ പറഞ്ഞു. ആ പേര് എത്രയോ പേർക്കുണ്ട്. ആശങ്ക വേണ്ട എന്ന് അവൻ മനസ്സിൽ തന്നെ പറഞ്ഞു. ഉടനെ നിധി വിളിച്ചു. നിധി, അവന്റെ ശബ്ദത്തിൽ അല്പം വേഗമുണ്ടായിരുന്നു. പുതിയ ഉടമയുടെ പേര് എന്റെ ആദ്യ ഭാര്യയുടെ പേരാണ് മീര. ഒരു നിമിഷം നിശബ്ദത. നിധി പിന്നെ ശാന്തമായി പറഞ്ഞു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട അരവിന്ദ്, ആ പേര് എത്രയോ പേർക്കുണ്ട്. ഇത് അവളായിരിക്കുമെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട. അവൾ വെറും ഒരു ദാരിദ്ര്യവാസിയല്ലേ. എന്തായാലും പുതിയ മാനേജ്മെന്റ് വരുമ്പോൾ എനിക്ക് പ്രൊമോഷൻ ഉറപ്പാ എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട് നിധി. അരവിന്ദ് ഒരു നിമിഷം ആഴത്തിൽ ശ്വസിച്ചു. മുഖത്ത് വീണ്ടും പുഞ്ചിരി. അതെ അതെ അരവിന്ദ്, തീർച്ചയായും നിനക്ക് പ്രൊമോഷൻ കിട്ടും. അങ്ങനെ ഫോൺ വെച്ച ശേഷം അവൻ വീണ്ടും കസേരയിൽ ഇരുന്നു. അവന്റെ മനസ്സിൽ ഒരു സംശയത്തിന്റെ ചെറിയ തുള്ളി പോലും ഉണ്ടായിരുന്നില്ല. അതവൻ കാണാൻ പോലും തയ്യാറായിരുന്നുമില്ല. കാരണം അവനിപ്പോഴും വിശ്വസിച്ചത് നാളെ അവന് ഉയർച്ചയുടെ ദിവസമാണെന്നാണ്. അവൻ അറിയാതെ അതേ നാൾ അവന്റെ ജീവിതം മുഴുവൻ മാറാൻ പോകുന്നുവെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേസമയം മീര അവസാനഘട്ട ഒരുക്കങ്ങളിലായിരുന്നു. അവളുടെ മുൻപിൽ നിർത്തിവെച്ചിരിക്കുന്ന രേഖകൾ ഓരോന്നും അരവിന്ദിന്റെ കള്ളത്തരം, വിളിച്ചു പറയുന്ന തെളിവുകൾ, കോടിക്കണക്കുകളുടെ രൂപയുടെ തിരിമറി, കമ്പനിയുടെ പണം സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു, കൃത്രിമ അക്കൗണ്ടുകൾ, ഒളിപ്പിച്ച ഇടപാടുകൾ. ഒന്നും ചെറുതല്ല, ഒന്നും അവഗണിക്കാൻ പറ്റാത്തത്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ. ഓരോ ഫയലിലും വീണ്ടും തുറന്നു നോക്കി. ഒരൊറ്റ സംശയത്തിനും ഇടമില്ലെന്ന് ഉറപ്പാക്കി. ശേഷം അവൾ ഫയൽ അടച്ചു, കണ്ണുകൾ ഉറച്ചു. ഇനൊട്ടും വൈകിക്കാനില്ലേ കിഷോർ. കിഷോർ നാളെ തന്നെ, അവന്റെ ആ വിവാഹത്തിന്റെ അന്ന് തന്നെ അവനെ ഒരു പാഠം പഠിപ്പിക്കണം. അത്രയ്ക്ക് ക്രമക്കേടുകളും അഴിമതിയുമാണ് അവൻ ഈ കമ്പനിയിൽ നടത്തിയിരിക്കുന്നത്. ഇനി ഒട്ടും വൈകിപ്പിക്കരുത്. അത്രയും ക്രൂരതയാണ് അവൻ ഈ കമ്പനിയോട് തന്നെ കാണിച്ചിരിക്കുന്നത്. ഒരു നിമിഷം നിശബ്ദത. അത് ഇന്നോടെ അവസാനിപ്പിക്കണമെന്ന് മീര ദൃഢപ്രതിജ്ഞയെടുത്തു. അങ്ങനെ വിവാഹ ദിവസം എത്തി. വൃന്ദാവനം ഓഡിറ്റോറിയം ഇന്ന് വരെ കാണാത്ത മഹോത്സവത്തിന്റെ ഭംഗിയിൽ. വലിയ ലൈറ്റുകൾ, പുഷ്പാലങ്കാരങ്ങൾ,
വില കൂടിയ ഡെക്കറേഷൻ, VIP അതിഥികൾ, രാഷ്ട്രീയക്കാരും ബിസിനസ് പ്രമുഖരും എല്ലാവരും എത്തി. ആ ഓഡിറ്റോറിയം ഒരു ആഘോഷത്തിന്റെ ശബ്ദത്തിൽ നിറഞ്ഞു. അരവിന്ദ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഷർവാണി ധരിച്ച് വില കൂടിയ കാറിൽ ആഡംബരമായി സ്റ്റേജിലെത്തി. അവന്റെ നടപ്പിൽ ആത്മവിശ്വാസം, മുഖത്ത് അഭിമാനം. സ്റ്റേജിൽ നിധി വില കൂടിയ ചുവന്ന ലഹങ്കയിൽ അലങ്കാരങ്ങളിൽ തിളങ്ങി നിൽക്കുന്നു. അവൾ ഒരു രാജകുമാരിയെ പോലെ. അരവിന്ദ് സ്റ്റേജിലേക്ക് കയറി. ഇരുവരും തമ്മിൽ നോക്കി പുഞ്ചിരിച്ചു. ആ നിമിഷം അവർക്കുള്ള ലോകം അവർ മാത്രം, അവരുടെ സന്തോഷം, അവരുടെ അഭിമാനം. പക്ഷേ അത് അധിക സമയം നീണ്ടു നിന്നിരുന്നില്ല. പെട്ടെന്ന് ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് ഒരു വലിയ ശബ്ദം. എല്ലാവരും തിരിഞ്ഞു നോക്കി. ഒരു വില കൂടിയ ആഡംബരക്കാർ ഓഡിറ്റോറിയത്തിന് മുൻപിൽ എത്തി നിൽക്കുന്നു. സെക്യൂരിറ്റി ജീവനക്കാർ ഓടിയെത്തി. കാറിന്റെ വാതിൽ തുറന്നു. ആദ്യം കറുപ്പ് കോട്ട് ധരിച്ച് കിഷോർ കാറിൽ നിന്ന് ഇറങ്ങി. അവന്റെ ആത്മവിശ്വാസവും നടപ്പും മുഖത്ത് ഗൗരവവും ഉണ്ടായിരുന്നു. അവൻ ഒരു വശത്തേക്ക് മാറി നിന്നു. അടുത്ത നിമിഷം കാറിൽ നിന്ന് പതിയെ ഇറങ്ങിയത് മീര. കോടികൾ വിലമതിക്കുന്ന കാഞ്ചീപുരം പട്ടുസാരി, അലങ്കാരങ്ങളുടെ ഭംഗി, കഴുത്തിൽ തിളങ്ങുന്ന ഡയമണ്ട് മാല, ലൈറ്റിന്റെ പ്രകാശത്തിൽ മിന്നി തിളങ്ങി. അവളുടെ നിലപാട്, അവളുടെ നടപ്പ്, അവളുടെ മുഖഭാഗം എല്ലാം ഒരൊറ്റ വാക്കിൽ അധികാരം. ഓഡിറ്റോറിയത്തിൽ നിന്നവർ ഒരു നിമിഷം നിശബ്ദമായി. കണ്ണുകളെല്ലാം അവളിലേക്ക് തിരിഞ്ഞു. ആരാണിത്? ഇത്ര വലിയ ആരായിരിക്കും? എത്രയോ ആഡംബരമാണ്. ചർച്ചകൾ വീണ്ടും തുടങ്ങി. പക്ഷേ സ്റ്റേജിൽ നിന്നിരുന്ന അരവിന്ദ് അവൻ മീരയെ കണ്ട നിമിഷം മുഖത്തെ പുഞ്ചിരി അപ്രത്യക്ഷമായി. കണ്ണുകൾ വിറച്ചു. ഹൃദയം ഒന്ന് നിശ്ചലമായി. മീര! അവന്റെ ആതിരങ്ങളിൽ നിന്നൊരു മന്ദശബ്ദം. അവൻ വിശ്വസിക്കുവാൻ പോലും കഴിഞ്ഞില്ല. ഒരിക്കൽ താൻ തള്ളിയിറക്കിയ ആ പെൺകുട്ടി ഇന്ന് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി ഒരു രാജ്ഞിയെ പോലെ വന്നിരിക്കുന്നുവെന്ന്. മീര പതുക്കെ അരവിന്ദിന്റെ അരികിലേക്ക് നടന്നെത്തി. ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ മീരയിലേക്ക് മാത്രമായിരുന്നു. അവൾ അവന്റെ മുൻപിൽ നിന്നു. ഒരു നിമിഷം അരവിന്ദിനെ ഒന്ന് നോക്കി. ശേഷം ചെറുപുഞ്ചിരിയോടെ. അതൊരു സാധാരണ ചിരിയല്ലായിരുന്നു. അറിയുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ ചിരി. ഇത് കണ്ടു നിന്നിരുന്ന അരവിന്ദിന്റെ മുഖം പെട്ടെന്ന് തന്നെ മാറി. അവന്റെ അഹങ്കാരം വീണ്ടും തലപൊക്കി. വാടകയ്ക്ക് സാരിയും ആഭരണങ്ങളും ധരിച്ചു വന്നാൽ നീ വലിയ ആളായി എന്ന് നീ വിചാരിച്ചോ? അവന്റെ ശബ്ദം കഠിനമായി. നീ ഇപ്പോഴും ആ ദരിദ്രവാസി തന്നെയാണ്. ചുറ്റുമുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ള പ്രഹസനം. ഇവരെ കബളിപ്പിക്കുവാനാണ് നീ നോക്കുന്നത്. അവന്റെ വാക്കുകൾ വീണ്ടും പുച്ഛം നിറഞ്ഞു. നിർത്തു അരവിന്ദ് നിന്റെ ഈ പ്രസംഗം. നീ എന്ത് വിചാരിച്ചു? ആ റോയൽ ഫാക്ടറി വാങ്ങിച്ച മുതലാളി ഞാൻ തന്നെയാണ്. നിന്റെ ഓരോ അഴിമതിയും, നീ ചെയ്ത ഓരോ ക്രമക്കേടുകളും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നിനക്ക് പ്രസംഗിക്കുവാൻ അധികാരമില്ല. നീ ഇപ്പോൾ തന്നെ ആ കമ്പനിയിൽ നിന്ന് രാജിവെക്കണം. അതുമാത്രമല്ല, നീ ചെയ്ത ക്രമക്കേടുകൾക്കും പൈസയുടെ അഴിമതിക്കെല്ലാം നിന്റെ ബാങ്ക് അക്കൗണ്ടും നിന്റെ സ്വത്തുക്കളും എല്ലാം തന്നെ ഞാൻ മരവിപ്പിച്ചിരിക്കുന്നു. ഇനി നിനക്ക് അതിലൊന്നും യാതൊരുവിധ അവകാശവുമില്ല. ഇതെല്ലാം കേട്ടു നിന്ന അരവിന്ദ് ഒരു നിമിഷം ഞെട്ടി. നിറകണ്ണുകളുമായി അവന് വിശ്വസിക്കുവാൻ പറ്റാതെ അവിടെ നിന്നു. മീര ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യത്തിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഉടനടി അരവിന്ദ് നിധിയുടെ അടുത്തേക്ക് പോയി. നിധി, നമ്മൾ ഇനി എന്ത് ചെയ്യും? അരവിന്ദ്, നമ്മൾ എന്ന് പറയരുത്. നീ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മതി. ഒന്നിനും കൊള്ളാത്ത നിന്നെ ഞാനിനി വിവാഹം കഴിച്ചിട്ട് എന്തിനാണ്? എനിക്ക് നിന്നെ ഇനി വിവാഹം കഴിക്കുവാനേ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അരവിന്ദ് അണിയിച്ച മോതിരം അരവിന്ദിന്റെ മുഖത്തെ വീശിക്കൊണ്ട് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൾക്ക് പിന്നാലെ ചുറ്റും കൂടിയിരുന്ന VIP അതിഥികളും എല്ലാം തന്നെ വിട പറഞ്ഞു പോയി. തന്റെ സ്വത്തും പണവും എല്ലാം പോയ അരവിന്ദ് ഒടുവിൽ ഒന്നുമില്ലാതെ അവിടെയിരുന്ന് ഉറക്കെ പൊട്ടിക്കരഞ്ഞു.